യുഎഇയിൽ 2024 പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ജോലി അന്വേഷണത്തിന് ഇത് ഉചിതമായ സമയമാണെന്നും മതിയായ യോഗ്യത ഉള്ളവർക്ക് രാജ്യത്തെത്തി അവസരങ്ങൾ കണ്ടെത്താമെന്നും റിപ്പോർട്ട് പറയുന്നു. യുഎഇയിലെ 10 ജീവനക്കാരിൽ 7 പേരും, അതായത് 69% സമ്പദ് വ്യവസ്ഥ വളരുകയും പുതിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ പുതിയ ജോലി കണ്ടെത്താനുള്ള നല്ല അവസരമാണിതെന്ന് വിശ്വസിക്കുന്നു. 2022 മുതൽ ഏകദേശം 10% വർധനവാണ് ഇതെന്നാണ് ഗാലപ്പ് പുറത്തുവിട്ട ഒരു പുതിയ സർവേ റിപ്പോർട്ടിലുള്ളത്. ഗാലപ്പിന്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ വർക്ക് പ്ലേസ് റിപ്പോർട്ട് അനുസരിച്ച് യുഎഇയുടെ എണ്ണ ഇതര മേഖലകളായ ട്രാവൽ ആൻഡ് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, റീറ്റെയിൽ തുടങ്ങിയ മേഖലകൾ തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ കഴിഞ്ഞ 3 വർഷം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇത് പകർച്ചവ്യാധിക്ക് മുമ്പുള്ള നിലകളെ മറികടക്കുകയും ചെയ്തു. പുതിയ കമ്പനികൾ സ്ഥാപിക്കുന്നതും വിദേശത്തു നിന്നുള്ളവരെ ആകർഷിക്കുന്നതിനും രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇക്കാലയളവിൽ സാധിച്ചു. വിദേശത്തു നിന്നുള്ള ഈ ശക്തമായ കുടിയേറ്റം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ യുഎഇയിലെ ഏറ്റവും വലിയ എമിറേറ്റായ ദുബായിലെ ജനസംഖ്യയെ 3.7 ദശലക്ഷത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. യുഎഇയിലെ ജോലിക്കാർ മികച്ച സംതൃപ്തിയുള്ളവരാണെന്നും സർവേ റിപ്പോർട്ട് പറയുന്നു. മറ്റ് പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുന്നു. യുഎഇയിലെ പകുതി ജീവനക്കാർക്കും തൊഴിൽ രംഗത്ത് മികച്ച അഭിവൃദ്ധി ലഭിക്കുന്നുണ്ടെന്ന് സർവേ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1% പോയിന്റ് വർദ്ധിക്കുകയാണ് ഇത്തവണയുണ്ടായത്. കഴിഞ്ഞ തവണത്തെ 49% നിന്നും 50% ഉയർന്നു. ഇത് മെന മേഖലയിലേതിനേക്കാൾ ഇരട്ടിയിലേറെയും ആഗോള ശരാശരിയേക്കാൾ 16% കൂടുതലുമാണ്. തങ്ങളുടെ പല സഹപാഠികളും പാശ്ചാത്യ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ യുഎഇ തിരഞ്ഞെടുക്കുന്നവരും നിരവധിയാണ്. യുഎഇയിലെ 40% ജീവനക്കാരും പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ടെന്നും സർവേ കണ്ടെത്തി. ഇത് പ്രാദേശികമായ 48%-ത്തേക്കാൾ കുറവാണ്. ആഗോളതലത്തിൽ ഇത് 52%-വുമാണ്. മെന മേഖലയിലെ 52% തൊഴിലാളികൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം സമ്മർദ്ദം അനുഭവപ്പെട്ടതായി സർവേ വെളിപ്പെടുത്തുന്നു. അതേസമയം യുഎഇയിലെ 33% ജീവനക്കാരാണ് സമ്മർദ്ദം നേരിടുന്നത്. ഏകദേശം 4-ൽ-1, അതായത് 24% യുഎഇയിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോയി. ആഗോളതലത്തിൽ 4.1% ജീവനക്കാരാണ് സമ്മർദ്ദത്തിലൂടെ കടന്നുപോയതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.